അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, വളരെ വിശദമായി തന്നെ കടത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ റയ്യ ടീച്ചർ പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, അപ്പം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, സോ ഹി വാസ് ഓൾവേസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. അല്ലെ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. അല്ലെ, പലർക്കും തന്നെ പണക്കാരെ കാണുമ്പോൾ ഒരു വല്ലാത്ത ചൊറിച്ചിലുള്ള ആൾക്കാരുണ്ട്. ചില പണക്കാർക്ക് പാവപ്പെട്ടവരെ കാണുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചലാണ്. അവർ സദസ്സ് കൂട്ടൂല, അവരെ കാണുമ്പോൾ മുഖം കൊണ്ടൊരു ചുളിക്കൽ. അല്ലെ, എന്നാൽ ഇവര് രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. അല്ലെ, രണ്ടുപേരും പരസ്പരം പൂരകങ്ങൾ. രണ്ടുപേർക്കും രണ്ട് കൂട്ടരെയും വേണം. അല്ലെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ലോഞ്ചിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കടം ഫണ്ട് ലോഞ്ചിങ്. അല്ലെ, അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, കുറെ ഫണ്ടുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതായത് ഇതൊക്കെ റെഗുലർ ആയിട്ട് നമുക്ക് ജാരിയായ സ്വതക്കയായിട്ട് നമ്മളിലേക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ എത്തപ്പെടുന്ന ഒരു വിഷയമാണിത്. കിണർ ഫണ്ട് തൽക്കാലം ഒരു 5-8 മാസത്തേക്ക് നിർത്തി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കിണറൊന്നും കുഴിക്കുന്ന ഒരു ചാൻസ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പൊ ഇത് ഒരു പുതിയ ഫണ്ടാണ്. അല്ലെ, അപ്പൊ നമുക്കറിയാം ഇതാ അജലുഹ. അല്ലെ, നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് അല്ലെ ഒരു നിമിഷം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് അള്ളാഹു പിന്നെ നീട്ടിത്തരൂല. അല്ലെ, അല്ലാഹു നഫ്സൻ ഇദാ ജാ നിമിഷം പോലും നീട്ടിത്തരൂല. അതിനു മുമ്പ് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തു വെക്കണം. അല്ലെ, എന്തെല്ലാം നമ്മെ കൊണ്ട് കഴിയുമോ. ഇതുവരെ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഈ പൈസ ഒക്കെ നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളെ ഉപ്പ തന്നു, നമ്മളെ ഹസ്ബൻഡ് തന്ന എന്റെ പൊന്നിന്റെ പൈസ. അല്ലെ, ആക്ച്വലി അങ്ങനെയല്ല. അല്ലെ, ഇതൊക്കെ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്നാണ് പൊന്നുമക്കളെ നിങ്ങൾ സദഖ ചെയ്യുന്നതെന്നാണ് അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നത്. അല്ലെ, അപ്പൊ ഈ ഫണ്ട് അല്ലെ, ഈ ഫണ്ട് എങ്ങനെയാ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നമ്മുടെ ബഹുമാനപ്പെട്ട റഹിയ ടീച്ചർ കുറെ പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയുന്നു, എന്താ നിങ്ങൾക്കൊക്കെ നിങ്ങളെ പാവങ്ങാട്ടവും ബിനാസിനൊക്കെ ഉണ്ടല്ലോ ഫണ്ട്, നമുക്ക് വേണ്ടീനും ഫണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ നാട്ടിലൊരു മീറ്റിംഗ്, ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് വിളിച്ചു. അപ്പം പറഞ്ഞ അതൊന്നുമില്ല, നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സംഘടനാ മനസ്സിന്റെ ഇതുണ്ടല്ലോ, എന്താ കുടുസായി കിടക്കുകയാണല്ലോ. എന്നാ പറഞ്ഞ ഓക്കെ, നോക്കാം. അപ്പൊ ഈ പതിവ് പോലെ തന്നെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ ഷിനുവിനോട് സംസാരിച്ചപ്പോൾ കാരണം നമുക്കൊരു നല്ലൊരു ഉദ്യമമാണല്ലോ, ഇങ്ങനെ ഒന്ന് തുടങ്ങി വെച്ചാലോ എന്ന്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുൻപ് എന്റെ റമദാൻ മാസത്തിൽ എനിക്കൊരിക്കൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണിത്. അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു വെച്ച് നോമ്പ് കഴിഞ്ഞിട്ട് പോരാ ദിവസം. പിന്നെ ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റൂല, നോമ്പിന് തന്നെ ചെയ്യണം, കാരണം നോമ്പ് കഴിഞ്ഞാൽ എനിക്ക് ആയുസ്സുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഇതുപോലെ ഒരു ഫണ്ട് തുടങ്ങി. അതും നമ്മളെ വീട്ടിൽ നിന്ന്, എന്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ നിന്ന് നമ്മൾ മാത്രം തന്നെ അബൌട്ട് 50, അതായത് 50,000 അടുത്ത് സ്വരൂപിച്ചു. ബാക്കി നാട്ടുകാർ ചില്ലറി എല്ലാം കൂടെ 80 സംതിങ് ആക്കി. പക്ഷെ ആ ഫണ്ട് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ റയ്യ ടീച്ചർ പറഞ്ഞപ്പോ അതും അങ്ങനെ ഒന്ന് ചെയ്താലോ എന്നൊരു ഐഡിയ എന്റെ മനസ്സിൽ. അല്ലേ, അപ്പൊ നമ്മുടെ ബഹുമാന ടീച്ചർ റഹിയ ടീച്ചർ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അല്ലെ, ഗാനഗോകുലമായ ടീച്ചർ സ്വീറ്റ് വോയിസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ കടത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നു. ഞാനിപ്പോ നമ്മുടെ സന്ദർഭവശാൽ നമ്മൾ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന ഈ ഫണ്ടിന്റെ സ്വഭാവങ്ങളും പ്രത്യേകതകളും ഞാൻ വിവരിക്കാം ഇൻഷാ അല്ലാഹ്. അതും അഫ്ളലു അയ്യാമി ഫിൽ ദുൽഹജ്ജിലെ, ദുൽഹജ്ജിന്റെ ഈ മഹത്തായ സുദിനത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും അതിന് എത്രയാണ് പ്രതിഫലം എന്ന് അള്ളാഹു ഇവിടെ പറയുന്നില്ല. അല്ലെ, അതിന് കണക്കറ്റ പ്രതിഫലം. അഹബ്ബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും പ്രതിഫലാർഹമായ ദിവസങ്ങൾ, ഏറ്റവും മഹത്വപൂർണമായ ദിവസങ്ങൾ ഈ സമയങ്ങളിൽ തന്നെ ആണല്ലോ ഇതിനൊരു നല്ല ചാൻസ് എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ തുടങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. അല്ലെ,
അപ്പൊ ലോഞ്ചിങ്, അതിന്റെ ഒരു ലോഞ്ചിങ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. അതായത് ഞാനിപ്പം ഇത് എൻ്റെ ഒരു പേരിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മേജർ പോർഷൻ ഞാൻ തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥയാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്പ കല്യാണം കഴിപ്പിച്ച് തന്നു, നമ്മളെ ഒരുപാട് സ്നേഹിച്ചു, വളർത്തി, എഡ്യൂക്കേഷൻ തന്നു, നാട്ടില് പേരും കീർത്തിയുള്ള നല്ലൊരു ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തന്നു, എല്ലാ രീതിയിലും നമ്മളെ നോക്കി സംരക്ഷിച്ച ഒരു ഉപ്പക്ക് വേണ്ടിയിട്ട് ഞാനൊരു 25,000 രൂപ ഈ മാസത്തിലെ നമുക്ക് ഉപ്പമാര് തന്ന പൊന്നിന്റെ ബാക്കിയുള്ള കണക്കൊന്നും വെച്ച് നോക്കുമ്പോ ഇതൊരു തുലവും ചെറിയൊരു സംഖ്യ, ഒരു തുലവും വളരെ ചെറിയ സംഖ്യയാണ്. അപ്പൊ 25 ഞാൻ ഇതിലേക്ക് 25,000 ഈ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാമെന്ന് വെച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികളും അവരും സഹകരിച്ച് അവരും 25. അപ്പൊ ഇപ്പം തന്നെ ഓൾറെഡി 50,000 രൂപ ഈ ഫണ്ടിൽ റിസർവ്ഡ് ആണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീലെ. അത് ആ ഫണ്ട് വളരട്ടെ. ഇനി ആ ഫണ്ടിന്റെ സ്വഭാവങ്ങളെ കുറിച്ചും വിശദാംശങ്ങളെ കുറിച്ചും അതിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ നമുക്ക് മക്കളാക്കി വളർത്തി, ആഭരണങ്ങൾ തന്നു, നല്ല രീതിയിൽ പഠിപ്പിച്ചു, ഒരു വരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഉപ്പമാരെ ഒരു ഉപ്പന്റെ ഒരു സ്മരണക്ക് ഞാൻ ഇത് ചെയ്യുന്നതിലെ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ ഇതൊരു ജാരിയായ സ്വതക്കയാണ്. സാധാരണഗതിയിൽ നമ്മൾ പാവങ്ങൾക്കൊരു സംഖ്യ കൊടുത്തു വീട് വെച്ചു, പിന്നെ അവരതായി പോയി, പിന്നെ നമ്മൾ ആ സംഖ്യ കാണുന്നില്ല അല്ലെ. അത് അവരെ കടം വീട്ടിയിരിക്കാം, ചിലപ്പോൾ അവർ വിദ്യാഭ്യാസത്തിന് എടുക്കും, വേറെ വീട്ടിന് എന്തെങ്കിലും. പക്ഷെ ഈ സംഖ്യ, ഈ ഒരു ഡെപ്റ്റ് ഫണ്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എവർ ലാസ്റ്റിംഗ് ആണ്. ഖിയാമത്ത് വരെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ കാലശേഷം ഇത് ആരെങ്കിലൊക്കെ പിന്തുടർന്ന് കൊണ്ടുപോകട്ടെ അല്ലെ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമുക്കറിയാം അല്ലേ, യാ അല്ലാഹ് ബാറക്കല്ലാഹു ഫിൽ അംവാലി വൽ ഔലാദി വൽ അൻഫുസി വ ദറജാത്തിൽ ഉല അല്ലെ. ഉന്നതമായ ദറജകൾ നമുക്ക് ഏവർക്കും ഈ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതായത് അള്ളാഹു നമുക്ക് അപ്പൊ ഈ ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ 50,000 ഇട്ടിരിക്കുന്നു. ഇനി നമുക്ക് അതിന് ശേഷം നിങ്ങളിൽ നിന്നെല്ലാം ഓരോ, അതായത് ഇതൊരു ജാരിയായ സ്വതക്കയാണെന്ന് പറഞ്ഞ് ഈ മാസം തന്നെ നിങ്ങൾ തരണമെന്നില്ല. നിങ്ങൾക്ക് അറിയിക്കാം ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ പൈസ തരും. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ. അഥവാ നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാളേറെ അല്ലെ, ഇൻഷാ അല്ലാഹ് അത് ഈ മാസത്തിന്റെ പ്രതിഫലത്തിൽ അള്ളാഹു രേഖപ്പെടുത്തും. നിങ്ങളെ കയ്യിലില്ലായിട്ടാണല്ലോ തരാത്തത് എന്ന രീതിയിൽ അത് പിന്നെ തന്നാലും മതി അല്ലെ. അതായത് നമ്മളെ വാലിദീനില്ല, നമ്മളെ മാതാപിതാക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ, ഒരു ധർമ്മമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അതായത് ജാരിയായ സ്വതക്ക അവർക്ക് ഖബറിൽ ഇപ്പോഴേ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. റബ്ബന തഖബ്ബൽ മിന്നാ വമിൻകും സ്വാലിഹ അഅ്മാൽ. നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ സ്വാലിഹായ അമലു സ്വാലിഹാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ നമുക്കൊരു 10-20 പവൻ തന്നെ തന്ന് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് കൂട്ടിയ വെറും 20 പവനാണെങ്കിൽ അന്നൊക്കെ നല്ലോണം പൊന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ അല്ലെ. ഏത് മുജാഹിദായാലും സുന്നി ആയാലും എല്ലാവരും തന്നെ അവനവന്റെ കഴിവിൽപ്പെട്ട ആഭരണങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുത്ത് കൂട്ടിയാൽ തന്നെ 14 ലക്ഷത്തോളം വരും വെറും 20 പവൻ തന്നാണെങ്കിൽ. അപ്പൊ അതിലേറെ എത്രയോ കിട്ടിയവരുണ്ട്, ഒട്ടും കിട്ടാത്തവരും ഉണ്ടായിരിക്കാം മേ ബി അല്ലെ. അപ്പൊ അതൊരു ജാരിയായ സ്വതക്കയായിട്ട് നമുക്ക് കഴിയുന്ന ഈ സംഖ്യ തന്നെ ആവണമെന്നില്ല, ഇതിൽ കൂടുതലായാലും നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് കഴിയും പോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇത് എൻ്റെ പേരിൽ ആക്കുന്നതിന്റെ അടിസ്ഥാനം. കാരണം നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ച് ജനിച്ച് മരിച്ചു പോയാൽ നമ്മുടേതായിട്ടൊരു കയ്യൊപ്പ് ഈ ലോകത്തിന് വേണ്ടല്ലേ. നമുക്കറിയാം പല മഹാന്മാരുകൾ അല്ലെ, അവരൊക്കെ അവരുടെ പേരിലൊക്കെ ഓരോ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളറിയപ്പോ ഇപ്പം നമ്മൾ ഈ അടുത്ത് ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ഏതോ ഒരു അബ്ദുറഹ്മാൻ ചാലിയത്ത് പോയപ്പോ ഏതോ ഒരു മെമ്മോറിയൽ സ്കൂള് കണ്ടു. ഏതോ ഒരു മനുഷ്യൻ, ഒരു ഹാജിയര വലിയ സ്കൂള്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു അയാൾ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാക്കിയത് കൊണ്ട് ആ കാണുന്ന നമ്മളും വിചാരിക്കുന്നുണ്ട് അയാൾ ഉണ്ടാക്കിയതായിരിക്കില്ല, അയാളായിരിക്കും ഇതിന്റെ പിന്നിൽ. അപ്പം നമ്മൾ അയാളെ കുറിച്ച് ഓർമ്മിക്കപ്പെടും അല്ലെ. അതുപോലെ നമ്മളെ കുറിച്ച് ഇനി വരുന്ന ഒരു ജനറേഷൻ നമ്മളെ കുറിച്ച് ഓർക്കണമെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ വിത്ത് വിതച്ചിട്ട് പോകണം. എങ്കിലേ അത് വളർന്ന് വികസിച്ച് പിന്നെ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ, വിശദമായിട്ട് പറഞ്ഞുതരാം. വളർന്ന് വികസിച്ച് അതൊരു പൂമരമായിട്ട് പൂക്കളും കായ്ക്കളും ഉണ്ടാവുക. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു നമ്മുടെ നിരത്തില് പിന്നെ എല്ലാ മരങ്ങളും വെട്ടി റോഡ് വൈഡനിങ് ആയതുകൊണ്ട് എന്തൊരു വെയില.
എനിക്ക് എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, ഇവിടെ കുറച്ച് സപ്പോട്ട തൈകൾ ആരെങ്കിലും ഒന്ന് കുഴിച്ചിട്ട്, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, ആരെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് തന്നെങ്കിൽ ആ സപ്പോട്ടകളൊക്കെ ആരെങ്കിലും കിളികൾ ഭക്ഷിക്കുകയും ചെയ്യും. നാട്ടുകാർക്ക് മുഴുവൻ തണലും ആയില്ല, അതിലെ വഴി പോകുന്നവർക്ക് ഭയങ്കര വെയിലാണ്, കാറ് വെക്കാനൊന്നും പറ്റൂല അല്ലെ. അതുപോലെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കയ്യൊപ്പ് ഈ ലോകത്തിൽ വെച്ചിട്ട് പോണം. ഒരു നല്ല തമാശകരമായ ഒരു രസകരമായ ഒരു കഥ നടന്ന ഒരു വലിയൊരു സാഹിത്യകാരനുണ്ടായിരുന്നു. സാഹിത്യകാരൻ നിങ്ങൾക്ക് അറിയാലോ, അവര് തോളിലൊരു ബാഗും തൂക്കി ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു കുന്നിൻ മുകളിലേറ്റാണ് അയാൾ താമസിച്ചിരുന്നത്. അതിന്റെ തൊട്ട് താഴെ ഒരു വൃദ്ധയായ മുത്തശ്ശി താമസിച്ചിരുന്നു. അപ്പൊ ഇയാൾ എല്ലാം ഒഴിവിട്ടുമ്പോൾ അയാൾ അവിടെ ഇരുന്ന് പിന്നെ വരുന്ന എന്തിനാ വെച്ചാൽ കഥ എഴുതാനോ, വീടില്ലായിട്ടൊന്നുമല്ല, അവിടെ ഇരിക്കും. അങ്ങനത്തെ കഥകൾ എഴുതാനോ പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനൊക്കെ. ലോൺലിനെസ് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് അയാൾ അവിടെ ഒരു ചെറ്റക്കുടിൽ പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള കുടിലിൽ താമസിക്കുന്നത്. അപ്പൊ അയാൾ എന്തോ ആവശ്യാർത്ഥം കുറെ ദിവസത്തേക്ക് അവിടുന്ന് പോവുകയാണ്, ആ കുന്നിൻ ചെരുവിലുള്ള വീട്ടിൽ നിന്ന് പോകുകയാണ്. അപ്പൊ ആ മുത്തശ്ശിയോട് വന്ന് ചോദിച്ചു, മുത്തശ്ശി ഞാൻ പോവുകയാണ്, കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയും, സാധനം എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരാം, അല്ലെ വേറെ എന്തെങ്കിലും ഞാൻ താഴെ ഉള്ള ആരോടെ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ. അപ്പൊ മനമോനെ മോൻ പോവുകയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. എന്താണ് മുത്തശ്ശി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞില്ലേ, നീ പിന്നെ താമസിക്കുന്ന വീട്ടിന്റെ ഉമ്മറത്തെ ലൈറ്റ് നീ കെടുത്തരുത്, അത് കത്തിച്ചിട്ട് പോയി. അതെന്തിനാണത്? ഞാനില്ലാത്തപ്പോ ഇങ്ങനെ ലൈറ്റ് കത്തുന്നതില്ലേ, അത് ഉണ്ടായ എനിക്കൊരു സമാധാനം, നീ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് ആ കഥ ഒരു ചെറിയ കഥയാണെങ്കിൽ പോലും അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരാൾ മരിച്ചു പോയാലും അയാൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോട്ടോ വെക്കാൻ പാടില്ല, ഒരു വേറൊന്നും പാടില്ല, അങ്ങനത്തേതായ യാതൊന്നും. സക്കാത്തിന്റെ പൈസ പറ്റുമോന്ന് എനിക്കറിയില്ല കേട്ടോ, അതറിയില്ല. പറ്റുമോ ഇല്ല അല്ലെ, അത് പറ്റുമെന്നല്ല. പക്ഷെ സക്കാത്ത് ഫണ്ടിന്ന് കടം കൊടുക്കുന്ന കാണാം കേട്ടോ, നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ അങ്ങനെ കടം കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിന് അതിന്റെ അവകാശികളിലേക്ക് പോകട്ടെ. ഇത് നമ്മളൊരു ഫണ്ട് കടബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങല്ലേ. അത് പറ്റൂല അല്ലെ. അപ്പൊ അതറിയില്ല, അറിയാണ്ട് പറയാം. പള്ളിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സദഖത്തും ജാരിയല്ലേ, അപ്പൊ ഇത് പറ്റൂല അല്ലെ. അപ്പോ അങ്ങനെ ഈ ഒരു ചെറിയ കഥയാണെങ്കിലും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ, ഞാനും അസീനയും ടീച്ചറൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. നമ്മളങ്ങോട്ട് ഇഹലോകം വിട്ടുപോയ ആളോ മരിച്ചില്ലേ, നല്ലതേനല്ലേ, 2 ക്ലാസ് അസീന ഉണ്ടാകുമ്പോ അത് മര്യാദയ്ക്ക് കണ്ടക്ട്, അങ്ങനെ അത് കുറച്ചു കാലം പറയൂലേ, ഏകദേശം ഒരു മാസം അല്ലേ. പിന്നെ നമ്മളെ വീട്ടുകാർ പോലും നമ്മളെ മറന്നു പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ രീതിയിൽ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച് ലോകത്തിന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്ന കാര്യം ഞാൻ എപ്പോഴും ദുആ ചെയ്യും. ഞാൻ എന്തെങ്കിലും തുടങ്ങി വെച്ചതൊക്കെ പഠിച്ചോനെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണേ, അതൊക്കെ ആരെങ്കിലും ദീർഘദൃഷ്ടിയോട് കൂടി ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരുങ്ങിയത്. അപ്പൊ വീട്ടിൽ നിന്നും തന്നെ എനിക്ക് ഇത്രയും അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് 1,00,000 സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇനി ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ ബില്ല് ചെയ്തിട്ട് ഏകദേശം നമുക്ക് അതായത് ഇപ്പൊ ഈ മാസത്തില് പിന്നെ 2-3 ആളുകളെ അപ്രോച്ച് ചെയ്തു. ഒന്ന് വലിയൊരു പണ്ഡിത, കോഴിക്കോടുള്ള ഭയങ്കര നല്ല ഒരു ഇസ്ലാഹി സംഘടനയിൽ നിന്നുള്ള ആർക്കാർക്കോ ഒരു പിന്നെ ഏതോ ഒരു ഫാമിലിക്ക് ഭയങ്കര തിടുക്കാണ്, ജ്വല്ലറിക്കാര് ബുദ്ധിമുട്ടിക്കുന്നു, കുട്ടിക്ക് കൊടുത്ത പൈസ ആണ്, എന്തോ കുറി കണ്ടിട്ട് തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ നാട്ടിൽ ആണുങ്ങളെ കയ്യിൽ പോലും ഇല്ലെന്ന് പറയുന്നു. അള്ളാഹു ആലം, അൽഹംദുലില്ലാഹ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വന്ന് സമീപിച്ചപ്പോ ഞാൻ ആളോട് ചോദിച്ചത് ഇപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുമോ, അറിയുന്ന ആളാണോ, വല്ല രേഖകളും കിട്ടുമോ എന്തെങ്കിലും. അപ്പം പറഞ്ഞേ തരും, നമ്മളെ പള്ളിന്റെ പ്രസിഡന്റ് ആണ്. ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കാം, എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരാൾ വന്ന്, ഞങ്ങളെ ആഭരണ ബാങ്കിലുണ്ട്, ഞങ്ങൾ കന്മതിൽ കെട്ടി, വല്ലാത്ത വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പുറത്തേക്ക് കാണുന്നുണ്ട്, അപ്പൊ അവര് പൈസ ഒന്ന് ചോദിച്ചു. അത് കഴിഞ്ഞാൽ വേറൊരാൾ പറഞ്ഞു എന്തോ അഡ്വാൻസ് കൊടുക്കുന്ന ആവശ്യത്തിലേക്കാണ്, 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട്. അത് അത്യാവശ്യം പൈസ ഉള്ളവരാ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഈ ആവശ്യങ്ങൾക്ക് രജിസ്റ്റർ പറഞ്ഞ പോലെ വീട്ടിലേക്ക് എത്തുന്ന കടക്കാരെ നമുക്ക് സമീപിക്കാൻ പറ്റൂല, ലോൺ ഹറാമാണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കടങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇന്ന് തന്നെ ഒരു സഹോദരി വിളിച്ചതല്ല, മെസ്സേജ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയോ വീടുണ്ടാക്കുന്നുണ്ട്, വേറെന്തോ കട ഉണ്ട്, വെച്ച കടം, അങ്ങനെ 100 കൂട്ടം കടങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മേ ബി അവരുദ്ദേശിക്കുന്നത് ഈ പൈസ കൊടുത്തിട്ട് അവരെ കടം വീട്ടാനാ. നോ, ഒരിക്കലുമല്ല. ഈ പൈസ ഒരിക്കലും തീരുന്നില്ല. ഇതിപ്പോ നമ്മൾ 1 ലക്ഷമായാലും 2 ലക്ഷമായാലും സമാഹരിച്ച പൈസ ഖിയാമത്ത് നാൾ വരെ ഈ തന്നവർക്ക് ഉപകാരപ്പെടണം. ഒരു 5 പൈസ ചോർന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പാവങ്ങാട് ഫണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ 85 ഉണ്ട്, അതിപ്പോഴും കറക്റ്റ് നടക്കുന്നുണ്ട്. എല്ലാരും പല ആവശ്യങ്ങൾക്ക് വാങ്ങുന്നു ഇതാക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ അത് അൽഹംദുലില്ലാഹ് ആ രീതിയിൽ തന്നെ
നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഫണ്ട് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോ ഇത് തുടങ്ങി വെച്ചെന്ന് നമുക്കത്തെ ആയുസിന്റെ കഥ നമുക്ക് അറിയൂല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, ഇതിൽ നിന്ന് ഒരാൾക്കും ഫ്രീ ആയിട്ട് ഒരു 5 പൈസയും കൊടുക്കൂല. നമ്മൾ എന്ത് തിടുക്കം വന്നാലും ഇവരെ അപ്രോച്ച് ചെയ്യുക. മാത്രമല്ല, അപ്രോച്ച് ചെയ്യുന്ന ആളുകളൊരു ക്വാളിറ്റി എന്താ വെച്ചാൽ നമ്മൾ പരസ്പരം പരിചയമുള്ളവർക്ക് മാത്രമേ. കാരണം ഇതിപ്പോ ഞാനും ആയിട്ട് തുടങ്ങി വെച്ച് റിയ ടീച്ചറെ ഏൽപ്പിച്ചു. ഇപ്പൊ ആരെങ്കിലും വാങ്ങി അത് മുങ്ങിക്കഴിഞ്ഞാൽ റിയ ടീച്ചർ നാളെ കബറിൽ പോയാൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അവർക്ക് ഇതൊരു എന്താ പറയേണ്ടത്, ഒരു വല്ലാത്തൊരു സബോൽമോബിക്കാത്ത് പോലത്തെ വൻ പാപം. അതായത് ശുഹദാക്കൾ പോലും സ്വർഗത്ത് കടക്കാത്ത, ശുഹദാക്കൾക്ക് സ്വർഗത്തിൽ ഭയങ്കര ഡിഗ്രിയും ഭയങ്കര ക്രെഡിറ്റും ഒക്കെ ആണ്. അതൊന്നും കിട്ടാത്ത അത്രയും പാപമാണിത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കാൻ ഒരിക്കലും പറ്റൂല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഹസീന ഇപ്പൊ എന്നോട് ചോദിക്കാം, ഉന്തസ്ത അത്ര പൈസ ഉണ്ടോ, ഇനി ഇവർക്ക് കൊടുക്കണം. ഞാൻ നോക്കെ നിങ്ങൾക്ക് അറിയാവോ ഹസീന? അപ്പൊ അത്രക്ക് അടുത്തറിഞ്ഞ് തിരിച്ചു തരൂന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. അതും വിതിൻ 2 months. അതിലധികം നമുക്ക് ഒരിക്കലും ഒപ്പിച്ചൂടാ അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ, കടം വാങ്ങുക, ജോളി അടിക്കുക, വീട് മഞ്ചാക്കുക, കുട്ടികളെ കല്യാണത്തിന് എല്ലാവിധ എന്താണ് തലേദിവസം ഒരു റിസോർട്ടിൽ വെത്തിലിട്ട് വേറൊരു റിസോർട്ടിൽ കല്യാണം, അങ്ങനെ പല രീതിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടും ഇന്ന് ധാരാളം ആളുകൾ കടം വാങ്ങുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനാചാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയാണ് അല്ലെ. അതായത് ഒരു മനുഷ്യൻ ജീവിച്ചു മരിച്ചു, അയാൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ. വമൻ ലിഖാ റബ്ബിഹി, അള്ളാനെ കണ്ടുമുട്ടു എന്നുള്ള ഒരു ഭയപ്പാടുമില്ലാത്തല്ലേ ഒരു കിതാബൻ യൽഖാഹു മൻഷൂറ. നമ്മുടെ ഇഖ്റ കിതാബ കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ എന്ന് പറഞ്ഞ കിതാബ് ഇങ്ങോട്ട് നിവർത്തിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, നോക്കി നിൽക്കാനേ വഴിയുള്ളൂ അല്ലെ. അപ്പൊ എത്രയും ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൊണ്ട് കഴിയുന്ന ഹസനാത്തുകൾ വർദ്ധിപ്പിച്ച് സയ്യാത്തുകൾ മായ്ക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യവിശ്വാസിയായി തീരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അപ്പം ഈ കടം കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ, അതിൽ എന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ട് നോക്കാം. ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആഖിറത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ആരെങ്കിലും രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഒരു വിഷമം അനുഭവിക്കുന്നവന് ആശ്വാസം നൽകട്ടെ, അത് ദൂരീകരിച്ചു കൊടുക്കട്ടെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. ഒരു ഹദീസിൽ കാണുന്നു, ആരെങ്കിലും മറ്റൊരുത്തന്റെ വിഷമത്തിന് പ്രയാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത്രയും സമയം അവന്റെ പ്രയാസങ്ങൾ ഞാൻ തീർത്തു കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ് അല്ലെ. പ്രയാസപ്പെടുന്ന ഒരുവന് ആരെങ്കിലും ഇടം നൽകുകയോ ഇളവ് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ പരലോകത്ത് വെച്ച് മറ്റാരു തണലും ലഭ്യമല്ലാത്ത ദിവസം അള്ളാഹു അവന് തണലിട്ട് കൊടുക്കും അല്ലെ. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ പിന്നെ അർഷിന്റെ തണൽ ലഭിക്കും, പാപമോചനം ലഭിക്കും, ആശ്വാസം ലഭിക്കും. അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു ഊതിക്കെടുത്തു അല്ലെ. അത് വേണം പറയാൻ, അത് എന്റെ അനുഭവമാണ്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യൽ തുടങ്ങിയപ്പോ നമുക്ക് എന്ത് വിഷമം വന്ന് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആണെങ്കിലും എന്നെ കടം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു അടിവര ഇട്ട് കണ്ട സംഗതിയാണ്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും വന്ന ഒരുപാട് കടങ്ങൾ ഇങ്ങനെ പല ആവശ്യാർത്ഥമാണ്. ഞാനിപ്പോ അത്രക്ക് വിശ്വാസമുള്ളവർക്ക് മാത്രമേ കടം കൊടുക്കലുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അവരായിട്ട് പിണങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളെ. അപ്പൊ എനിക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരിക്കലും ഒരു 50,000 1 ലക്ഷം രൂപ കടം ആവശ്യം വന്ന്, അതായത് ഇന്ന് രാത്രി 8 മണിക്ക് കൊടുക്കേണ്ട കടമാണെങ്കിൽ, കൊടുക്കേണ്ട ഒരു പൈസ ആണെങ്കിൽ അത് വൈകുന്നേരം മഗ്‌രിബിന് 6 മണിക്കൊക്കെ എങ്ങനെങ്കിലും അവിടെ എത്തിയിരിക്കും. അള്ളാഹു അത് തന്നിരിക്കും. അത് നിങ്ങൾ അടിവരയിട്ട് വെച്ചോളൂ. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വിചാരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് അത് തരും. ഇതൊരു ബാങ്കിലെ ഡെപ്പോസിറ്റ് പോലെയാണ്. കാരണം ബാങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കലില്ല, പൈസയിലേ പോയി വന്നു നമ്മൾ നോക്കണ്ടല്ലോ, അല്ലെ പിന്നെ അവരായിക്കോളും. അതുപോലെ ഇത് ഈ ഡെപ്പോസിറ്റ് സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ ആവശ്യക്കാർക്കായിട്ട് ഇതിങ്ങനെ റൊട്ടീനായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പൈസ കൊണ്ട് ദിവസവും കൂലിയ. ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു 50,000 ഒരാളെ സഹായിച്ചു. അപ്പൊ അവർക്ക് തരാൻ പറ്റും. ഞാൻ അതിന് ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ അവരടുപ്പം തരാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ ഡിയറാണ്, ക്ലോസ് ആണ്. അപ്പൊ ഞാൻ എന്തിനാ വന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പൈസക്ക് മാത്രമല്ല, ഇന്ന് മുതൽ എനിക്കത് സദക്കയുടെ പ്രതിഫലവും കിട്ടും, ഒരുപാട് പ്രതിഫലം കിട്ടും. പിന്നെ 3 മാസം കഴിഞ്ഞ് ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങളെ കയ്യിലുണ്ടോ? അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, എനിക്ക് ഇനിയും അപ്പൊ 3 ഇരട്ടി 4 ഇരട്ടി 10 ഇരട്ടി ഇങ്ങനെ പ്രതിഫലം കൂടിക്കൊണ്ട് അവർ തരാത്തടത്തിലോളം കാലം. പക്ഷെ അത് അങ്ങനത്തെ ഈ കടത്തിൽ അത് ബാധകല്ല കേട്ടോ. ഇതൊരു ഫിക്സഡ് പിന്നെ പൈസ ആണ്, ഫിക്സഡ് ഡേയ്സേ ഉള്ളത്. അപ്പൊ നമ്മൾ പേഴ്സണൽ കൊടുത്തൊരു കടമായതുകൊണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റിയില്ല, അത് നീട്ടിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ ഇരട്ടിപ്പിച്ച് തരും.
പിന്നെ മറ്റൊരു ഹദീസിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്ക് ഉണ്ടായിരുന്നവരിൽ ഒരാളുടെ ആത്മാവിനെ മലക്കുകൾ പിടികൂടുകയും ചെയ്തു. എന്നിട്ട് വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പ്രയാസപ്പെടുന്നവന് വിട്ടുവീഴ്ച നൽകാനും ഇടം നൽകാനും കൽപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ വിമോചനത്തിന് കാരണമാവുകയും ചെയ്തു. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി. അല്ലെ, ഒരിക്കലും ഒരു മനുഷ്യനെ ഇതുപോലെ അള്ളാഹു വിചാരണക്ക് വിളിച്ചപ്പോ അള്ളാഹു ചോദിച്ചല്ലോ അയാളോട്, നീ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ബട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഡേറ്റ് കഴിഞ്ഞാൽ ചോദിക്കാം. ഇപ്പൊ ജനുവരി 10 തരാന്ന് പറഞ്ഞാൽ നമുക്ക് ജനുവരി 12 ചോദിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടും അവര് നമ്മളെ ഇടങ്ങാറാക്കുന്ന ടീംസ് ഉണ്ട്, തരണ്ടാന്ന് വിചാരിച്ചിട്ടില്ലേ. നമ്മൾ ആരെങ്കിലും നിന്നും കടം വാങ്ങുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച കടമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അതിനൊരു മാർഗം ഒരുക്കി തരും. അതല്ല കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മെ പിടികൂടുകയും ചെയ്യും. ശുഹദാവാണെങ്കിൽ പോലും രക്ഷപ്പെടൂല. ഇനി തിരിച്ചു വിടണോന്ന് വിചാരിച്ച അയാൾ കരഞ്ഞു സങ്കടപ്പെട്ടും ബേജാറായും മരിച്ചെന്ന് വിചാരിച്ചോളി, അള്ളാഹു അവിടെ ചെന്ന് ചോദിച്ചാൽ പറയും, നീ ബേജാറാവണ്ട, അക്കട ഞാൻ വീടിക്കോളാം. അള്ളാഹു വീടും. അതിപ്പോ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊടുക്കണമെന്നുള്ള മോഹത്തിലല്ലാണ്ട് ഒരിക്കലും നമ്മൾ കടമെടുത്തു പോകരുത്. അല്ലെ, മാമിൻ മുസ്ലിമിൻ عن ابن مسعود رضي الله عنه قال أن النبي صلى الله عليه وسلم قال ما من مسلم يقرض مسلما قرضا مرتين إلا كان صدقتها مرة. അല്ലേ, അതായത് വീണ്ടും ചോദിച്ചിട്ട് അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെന്തായി മാറും? സ്വതക്കയായിട്ട് മാറും. അല്ലെ, അവന് അവധി കൊടുക്കണം കേട്ടോ. ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉള്ളവരോടാണെങ്കിൽ വാശി പിടിച്ച് വാങ്ങാനൊന്നും പറ്റൂല, അത് വേറെ കാര്യം. ഒരിക്കലും ഒരു മനുഷ്യനെ ആ കഥ മുഴുമിച്ചില്ല. ഇങ്ങനെ അള്ളാഹു വിളിച്ചു. അപ്പൊ അയാള് വിചാരണക്ക് വിളിച്ചപ്പോ എന്തെങ്കിലും നന്മ ചെയ്തിട്ടോ? അയാളെ, ഞാൻ പ്രത്യേകിച്ച് നന്മയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ സ്കേരിക്കും നോമ്പിടിക്കും, ഞാൻ ആർക്കും ഉപകാരമൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണെന്ന് പറയാം. അന്നേരം അള്ളാഹു പറഞ്ഞല്ല, നീ കളവ് പറഞ്ഞു, നീ ചെയ്തിട്ടുണ്ടില്ലാലോ. നീ പിന്നെ കടം വാങ്ങിയവർക്ക് വിട്ടുവീഴ്ച നൽകാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരാണെങ്കിൽ അത് വിട്ടുകൊടുത്തിട്ട് നീ അവരോട് സാരമില്ല എന്ന് പറയാം. അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അത്രേ. അപ്പം ഇതെല്ലാം ഉപകാരങ്ങളാണല്ലേ. അർശിന്റെ തണൽ ലഭിക്കും, നമുക്ക് പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും, അള്ളാഹു നമ്മളെങ്ങനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തെ ചൊല്ലി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നാളെ ഖബറിൽ നമുക്ക് ആശ്വാസം ലഭിക്കും. പിന്നാണെങ്കിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ അള്ളാഹു നമ്മൾ ആരെങ്കിലും സഹായിച്ചപ്പോ ഇത് എന്ന് പറയുന്നത് 24 hours റൊട്ടീൻ ഏർലി ഫുൾ ടൈം കടം ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതിങ്ങനെ തടസ്സപ്പെട്ടു പോയി. ഇനിയിപ്പോ എന്റെ അടുത്തോ നിങ്ങളെ അടുത്തോ ഒരു 5000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളെ, നമ്മളതിപ്പോ ടാസ്ക് എടുക്കണത് ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മടക്കി കിട്ടിയിട്ടില്ലെങ്കിൽ ഓലെ എനിക്ക് അറിയില്ലാലോ, അങ്ങനെ വേണ്ട. ഇതിപ്പോ നമ്മൾ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട. ആ ഉത്തരവാദിത്തം മുഴുവൻ ഫണ്ട് പിന്നെ റെസ്പോൺസിബിൾ ഏറ്റെടുക്കുന്നവരെ തലയിലായില്ലേ. അപ്പൊ അതെന്തായാലും വൃത്തിക്കും ഭംഗിക്കും ചെയ്യാൻ അവര് നിർബന്ധ ബാധ്യസ്ഥരുമാണ് അല്ലെ. അപ്പൊ പിന്നെ അവര് പാപമോചിതരായിട്ട് അള്ളാഹുവിനെ കണ്ടുമുടുക്കും. ഖബറിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റിവാർഡിന്റെ ഫ്ലോ തന്നെ ഉണ്ടാവും അല്ലെ. ഖബറില് കൂരിരുട്ടില് പാമ്പും തേളും എന്തെല്ലോ ആയിട്ട് അവസ്ഥയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോ ഖബറിൽ ഒരു ആശ്വാസം കിട്ടുക, ഇത്തിരി വെളിച്ചം കിട്ടുക, ഇത്തിരി സമാധാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് റിവാർഡിന്റെ ഫ്ലോ, അതിങ്ങനെ തണുപ്പ് ഖബറിൽ അനുഭവപ്പെടും അല്ലെ. അപ്പം ഇങ്ങനെ പിന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കടത്തിനെ കൊണ്ട് ഇത്തിരി ഉപകാരങ്ങളുള്ള സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ട് ചെയ്യുന്നതും അങ്ങനെ അതുകൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് ആശ്വാസം ലഭിക്കുന്നതും ഒക്കെ വലിയൊരു പുണ്യം തന്നെയാണ്. പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും പറയുന്ന, ആരെങ്കിലും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിഷമം അനുഭവിക്കുന്നവന് ആശ്വാസം നൽകട്ടെ എന്നല്ലേ. ഖബറിന്റെ അഹറത്തിലെ ദുരിതത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ആർക്കെങ്കിലൊക്കെ കൊടുക്കട്ടെ. പക്ഷെ ഇത് നമ്മൾ തന്നെ കൊടുക്കുമ്പോ നമുക്ക് ചിലപ്പോ അത് ഓളടുത്ത് കുറെ ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്തിനാണ്. ഇപ്പൊ പലപ്പോഴും ഞങ്ങളെ ഫണ്ടുന്നത് പോലെ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോ പിന്നെ എന്നോട് ഡയറക്റ്റ് ചോദിച്ച് കൊടുത്താൽ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലേ, നമ്മൾ ഫണ്ടിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ അവർക്ക് ഫണ്ടിന്ന് എടുക്കുന്ന ഫണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യവും. അതായത് ഇതിപ്പോ ജനുവരി 10 തരാന്ന് പറയുന്ന പൈസ ഡിസംബർ 30 വിളി തുടങ്ങുക, ഡിസംബർ 30 ആയിട്ടുണ്ട് കേട്ടോ, ഫണ്ടിന് പൈസ ഒക്കെ വേറെ ആവശ്യക്കാരുണ്ട് കേട്ടോ, നിങ്ങൾ വേഗം തിരിച്ചു തരണേന്ന് പറഞ്ഞിട്ട് അത്രക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് പേടിയാണ്. അപ്പൊ അവര് തിരിച്ചടക്കും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരാളെ പ്രൊമോട്ട് ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുക്കണം
വെക്കണമെന്ന് പറഞ്ഞിട്ട് ഫണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞാനത് തിരിച്ചു നൽകാൻ ബാധ്യസ്ഥയാണ്. ആ രീതിയിലാണ് ഈ ഫണ്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടൂലെന്ന് ഉറപ്പുള്ള ഒരു തരത്തിൽ ഒരു ഇല്ലാത്ത ഒരാൾക്കും ഈ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന സത്യം ഞാൻ പ്രത്യേകം പിന്നെ പറഞ്ഞുകൊള്ളുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരി വിളിച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ കടങ്ങളും കാര്യങ്ങളും, അങ്ങനെ ഒരാളെ കടം വീടിയിട്ട് ഈ പൈസ തീർന്നു പോകാൻ പാടില്ല. ഇത് ഖിയാമത്ത് നാൾ വരെ റിവാർഡിന്റെ ഒരു ഫ്ലോ ഉണ്ടാവണം. ആര് കൊടുത്താലും അവർക്ക് ഇത് എപ്പോഴും കൂലി കിട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് പാവങ്ങളെ സഹായിക്കാൻ നമുക്ക് പവർ ഫണ്ട് ഉണ്ട്, പള്ളി കമ്മിറ്റി ഉണ്ട്, ചാരിറ്റി ഉണ്ട്, മറ്റുള്ള സന്നദ്ധ സംഘടനകളുണ്ട്, സക്കാത്ത് ഉണ്ട്, സ്വതക്ക ഉണ്ട്, കുടിയിരിക്കലിന് വേറെ കൊടുക്കും, കല്യാണത്തിന് കൊടുക്കും, സൂക്കടായി കിടന്നാ കൊടുക്കും, കുട്ടികളെ ഫണ്ട് ഉണ്ട്, മരുന്നിന് ഫണ്ട്, ഇങ്ങനെ പാവങ്ങൾക്ക് ഇഷ്ടമാതിരി ഫണ്ട് ഉണ്ട്. അതൊക്കെ വൺ ടൈം ഫണ്ടാ അല്ലെ, അതൊക്കെ വൺ ടൈം കൂലിയാ. ഇതിന്റെ കൂലിക്ക് ഒരറ്റവും ഇല്ല. അതുകൊണ്ട് ഇത് വല്ലാതെ പാവപ്പെട്ടപ്പോ ഒരു ഗതിയില്ലാത്ത ഒരാൾ 1 ലക്ഷം വന്ന് ചോദിച്ച് നമ്മളെ ഫണ്ടിന്ന് 1 ലക്ഷം മുഴുവൻ കൊടുത്ത് അയാൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഡു, നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും പറയാൻ പറ്റൂല, അയാളോട് ഹാർഷായിട്ട് സംസാരിക്കാൻ പറ്റൂല, ചോദിച്ചാൽ തരാൻ വകുപ്പില്ല, കൂടി കയറിക്കിടക്കാൻ പുരയിടമില്ല അല്ലെ. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ആളുകളെ ഉദ്ദേശിച്ചല്ല ഇത് തുടങ്ങുന്നത്. ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ പാവപ്പെട്ടവനും വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്നവനാണെങ്കിൽ ഓക്കെ അല്ലെ, ഇത് നിർബന്ധമായിട്ടും തിരിച്ചടച്ചിരിക്കണം. അത് ഈ ഫണ്ടിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ. പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഇതൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ അല്ലെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ട് തുടങ്ങാനോ, നമ്മളെ ഉപ്പന്റെ പേരിലോ നമ്മുടെ പേരിലോ തുടങ്ങാനോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുത്തിടാനോ, എന്നിട്ട് അതൊരു നല്ലൊരു ജാരിയായ സദഖയായിട്ട് എന്നും ഭൂമിയിൽ അവശേഷിപ്പിക്കാനോ പറ്റുമെങ്കിൽ ദാലിക്കും ഹൈറുല്ലക്കും അല്ലേ, അത് നിങ്ങൾക്കും നമുക്കും നല്ലതിന് അൽഹംദുലില്ലാഹ്. പിന്നെ അതായത് സൂറത്തുൽ ബഖറയിൽ 245 ആയത്തിൽ പറയുന്നു, മൻ ദല്ലദീ യുഖരിളുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അലാഫൻ കസീറ വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അതായത് ആരുണ്ട് അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുവാൻ അല്ലെ, എങ്കിൽ അള്ളാഹു അത് അവന് അനേകം ഇരട്ടികളായിട്ട് വർദ്ധിപ്പിച്ചു തരുന്നു അല്ലെ. ധനം പിടിച്ചു വെക്കുന്നവരും വിട്ടുവെക്കുന്നവനും അള്ളാഹു ആകുന്നു അല്ലേ. അപ്പൊ പണ്ടൊരു ചൊല്ലുണ്ട്, നമ്മളെ ഉമ്മ ഒക്കെ പറയാനും, അല്ല വല്യമ്മ ആരോ പറയാനും, അതായത് ഒരു കിളിനെ നമ്മൾ അതിനെ ഞെക്കി പിടിച്ചാ ചത്തുവും അയച്ചു പിടിച്ചാ പറന്നു പോകും. അപ്പൊ അത്രയും കുട്ടിക്കാലത്ത് അതൊന്നും മനസ്സിലാവില്ല ഇവരെന്താ പറയുന്നതെന്നുള്ളത് അല്ലെ. അപ്പം സംഭവം എന്താ, പണത്തിനെ കുറിച്ചാ പറയും, നമ്മൾ പൈസനെ കുറിച്ച് വളരെ പിശുക്ക് വെക്കാനൽ ഇൻസാനു കത്തൂറാന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലേ. ആരെങ്കിലും അള്ളാഹുവിന്റെ ഗജരാമിന്റെ താക്കോല മനുഷ്യന്മാരെ കയ്യിൽ കൊടുത്താൽ അവൻ ഇതെല്ലാം അംസത്തും ഹഷ്യത്ത് ഇംലാക്കില്ലേ, അതായത് അവൻ പിന്നെ ദാരിദ്ര്യത്തെ ഭയന്നത് പിടിച്ച് മുറുക്കി പിടിച്ച് വെച്ച് ആർക്കും കൊടുക്കൂലേനു. അപ്പൊ ദാരിദ്ര്യം അല്ല എന്താ പറയണ്ടേ, പിന്നെ പിശുക്കും പാടില്ല, ദൂർത്തും പാടില്ല, ഇസ്രാഫും പറ്റൂല, ഇതുപോലെ വെക്കാന ഇൻസാനും കത്തൂറ അതായത് പിശുക്കും പറ്റൂല. രണ്ടിന്റെയും മിഡിലായിരിക്കണം നമ്മുടെ പിന്നെ ധനം ചെലവഴിക്കുന്ന മാർഗങ്ങൾ. അതായത് അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുവാൻ ആരുണ്ട്, അത് അള്ളാഹു ഖർളൻ ഹസന യുളാഇഫഹു ലഹു അദ്ഹാഫൻ കസീറ, ധാരാളമായിട്ട് അള്ളാഹു വർദ്ധിപ്പിച്ചു, ഇരട്ടിക്കിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. മാത്രവുമല്ല വിട്ടുകൊടുക്കുന്നതും പിടിച്ചു വെക്കുന്നതും അള്ളാഹു തന്നെയാണ്. വൈലൈഹി തുർജഊൻ, മടക്കപ്പെടുന്നതും അള്ളാഹുവിലേക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ കിണർ ഫണ്ട് എന്ന് പറയുന്ന ഓരോരുത്തരും ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ സഹോദരി അവൾ ഒറ്റക്ക് തന്നെ പൈസ കൊടുത്തൊരു കിണർ കുഴിപ്പിച്ചു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, വെള്ളം കണ്ടതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ അവർക്ക് വിട്ടു കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഞാൻ വീഡിയോ അയച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ അയക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ ഇൻസ്പിറേഷണൽ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ ഇതിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ പറയുന്ന, ഒരു കച്ചവടക്കാരൻ ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. അയാൾ ഞെരുക്കക്കാരനെ കണ്ടാൽ തന്റെ കാര്യസ്ഥനോട് പറയും, നിങ്ങൾ അയാൾക്ക് വിട്ടുവീഴ്ച നൽകുവിൻ, അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകിയേക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച നൽകി അല്ലെ. അപ്പോൾ കടം ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച നൽകി എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന് വിട്ടുവീഴ്ച നൽകി എന്നാ പറയുന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, നമുക്ക്
നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കുന്ന കടത്തിൽ വിട്ടുവീഴ്ച നൽകാം. ഇതൊരു ഫണ്ട് ചാരിറ്റി ഇതായതുകൊണ്ട് ഒത്തിരി എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. ഈ ഫണ്ടിന് ഒത്തിരി, അതായത് തിരിച്ചു തരുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വാഭാവികം, ഞാൻ പറഞ്ഞല്ലോ ഈ പാവങ്ങളെ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പല രീതിയിൽ ആൾക്കാരെ മുമ്പിൽ കൈനീട്ടാം അല്ലെ. വീടിന്റെ പേരിൽ, കുട്ടികൾ പഠിക്കുന്ന പേരിൽ, രോഗത്തിന്റെ പേരിൽ, ഓപ്പറേഷന്റെ പേരിൽ, ക്യാൻസറിന്റെ പേരിൽ, പിന്നെ കുട്ടികളെ കല്യാണത്തിന്റെ പേരിൽ, ഹൗസ് വാമിങ്ങിന്, ഇങ്ങനെ എല്ലാ രീതിയിലും അവർക്ക് ഒരുപാട് ഫണ്ട് കിട്ടുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമല്ലാത്ത സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ച് ഇനിയിപ്പോ തിരിച്ചു കൊടുക്കുന്ന ഒരു പാവപ്പെട്ടവനും ഓക്കെ, അവരും വാങ്ങാം അല്ലെ, കൊടുക്കുമെന്ന് ഗ്യാരണ്ടി ഉള്ളവന് മാത്രം. പിന്നെന്ന് പറയുന്നത് ഇതൊരു ജാരിയായ സദഖയാണ്. ഇത് മുഅ്മിനുകളുടെ ഒരു അമാനത്താണ് അല്ലെ. ഇതിലെ സത്യവിശ്വാസികൾ ഇപ്പൊ ഈ ഫണ്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചപ്പോ, എനിക്ക് ഈ മെസ്സേജ് കിട്ടിയാൽ ഞാൻ വിചാരിക്കാം എന്റെ കസിൻ ഉണ്ടല്ലോ ദുബായിലുള്ള സെറീൻത, അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ അപ്പൊ അവര് തരും, എന്നിട്ട് അവരിത് വേറെ ആയിരിക്കും. അങ്ങനെ ഫണ്ടുകൾ ഇങ്ങനെ എല്ലായ്പ്പോഴും നികന്ന് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് മിസ്കാത്ത് യാസീൻ നൂറുൽ യാസീൻ നൂറ് സദരി ഗ്രൂപ്പുകാർ സഹോദരിമാരുടെ വൻപിച്ച മുന്നേറ്റം എപ്പോഴും നമ്മൾ മുന്നോട്ടെടുത്ത വെച്ച കാലം ഒരു സംഗതിക്ക് പിന്നോട്ട് വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീ. അവർക്ക് ഒരുപാട് നല്ലൊരു സദസ്സാണിത്. നമ്മുടെ ഈ സദസ്സിനെ കുറിച്ച് അള്ളാഹു അഭിമാനപൂർവ്വം ആകാശലോകത്ത് നിന്ന് നോക്കിക്കാണുന്ന ഒരു സദസ്സാ. ഈ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്യാലേ, ഏത് തരുന്നവനും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ബർക്കത്ത് ചെരിയുന്ന ഇനി വീണ്ടും വീണ്ടും കൊടുക്കാൻ, അതായത് കൊടുക്കും കൈ ആശ കൊല്ലും കൈ പേടി എന്നൊരു ചൊല്ലുണ്ട് അല്ലെ. അപ്പൊ ചിലരെ കൊണ്ട് കളിയാക്കി പറയുന്ന അവന് മലത്താനേ അറിയുള്ളൂ, കംത്താൻ അറിയില്ല അല്ലെ, കൊടുക്കാൻ അറിയില്ല, വാങ്ങാൻ മാത്രം. അതൊരു സ്വഭാവമാണ് കേട്ടോ. ചിലർ അതേസമയം ഒന്നുമില്ലെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് നോക്കാണ്ട് തരും. ചിലർ എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ 5 പൈസ ഇട്ട് കൊടുക്കുകയില്ല അല്ലെ. അങ്ങനെ അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇല്ലാത്തവർക്കും എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കാം. പിന്നെ ഒരു കണ്ടീഷനാണ്, ഇപ്പൊ നമ്മൾ 500 തന്നല്ലോ, നമുക്ക് 10,000 നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തരാൻ പറ്റൂല. ആൾക്ക് ശരിക്കുള്ള വിവരവും അറിവും തരുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കൊടുക്കാനും പറ്റൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഅ്മിനുകളുടെ അമാനത്താണ്. ഇത് സൂക്ഷിക്കുന്നവർക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും അല്ലെ. സയസ്അലുല്ലാഹു ലഹും, അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ ഖിയാമത്ത് നാൾ വരെ ഈ ഒരു അമല് ജാരിയായ സ്വതക്ക ഫണ്ട് നിലനിർത്തി പോകേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ ഗ്രൂപ്പിന്റെ അജണ്ടയിൽ പെട്ടതാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത്രത്തോളം വളരെ സൂക്ഷ്മതയോട് കൂടി കൈകാര്യം ചെയ്യണം. പിന്നെ അതൊരാൾക്ക് വേണമെങ്കിൽ 2, 3, 4 ആളുകൾ സാക്ഷ്യപ്പെടുത്തണത് നല്ല ആളാണ് തിരിച്ചു തരൂ എന്നുള്ള രീതിയിൽ. അത് ഒട്ടും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ 20ന്റെ ചോട വെച്ചിട്ടേ കൊടുക്കാൻ പറ്റും. കാരണം അവർ തന്നിട്ടില്ലെങ്കിൽ, ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് റൈസേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലേ. പിന്നെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഫണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഏതൊരു ചോദ്യവും നമുക്ക് ചോദിച്ചിടാം. പണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ടൊന്നും ചോദിക്കുകയില്ലായിരുന്നില്ല. ഇപ്പൊ എല്ലാ നിസാര കാര്യം വരെ ചോദിക്കൾ തുടങ്ങിയപ്പോ പല 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 കാര്യങ്ങൾ. ഇപ്പൊ ഈ നോമ്പിന് പിന്നെ വേനൽക്കാലത്ത് ഞാൻ എപ്പോഴും ഞങ്ങളെ വീട്ടിനടുത്ത് കൂടെ പിന്നെ വെസ്റ്റിൽ വഴി വരുമ്പം വിചാരിക്കും ഒരു മണ്ണിന്റെ കൂജ വാങ്ങണം, നല്ല തണുത്ത വെള്ളം കിട്ടല്ലോ വിചാരിക്കല്ലാണ്ട്. കാറുകാരോ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിർത്തിക്കൂടാ, സമയമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോരും. പിന്നെ ബസ്സിന്ന് അത് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തും അല്ല. അപ്പൊ ഉണ്ട് ഈ വേനലിൽ എനിക്കൊരു ഫ്രണ്ട് കൊണ്ടുപോയി തന്നിട്ടുണ്ട് ഈ കൂജ. ഞാൻ പൈപ്പൊക്കെ പൈപ്പ് ഉള്ളത് പൈസയൊന്നും വേണ്ട, അത് നിങ്ങൾ തണുത്ത വെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മൾ എന്താണോ മനസ്സിൽ, ഞാൻ അല്ലെങ്കിൽ അള്ളഹാനോട് കൂജ വേണമെന്ന് ദുആ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ തരുവയ്ക്കും അല്ല വാങ്ങണം അത് വിചാരിക്കുന്ന 5-8 കൊല്ലായിട്ടോ. പക്ഷെ അള്ളാഹു ഞാൻ വാങ്ങാത്ത കണ്ടപ്പോ അള്ളാഹു വെറുതെ എനിക്ക് കൊണ്ടു തന്നു അല്ലെ. അതാണ് ഇപ്പൊ നമ്മൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അള്ളഹാനോട് ചോദിച്ചിടുക. അതിൽ പെട്ടതാണ് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി നിങ്ങളും കൂടെ ദുആ ചെയ്യും ഫണ്ടിലേക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ അല്ലെ. പിന്നെ ഒരു
സ്ത്രീ അവിടെ ഒരു ലക്ഷം കൊടുത്തില്ലേ, ആ ലക്ഷം കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫണ്ട് ഇല്ല, ഫണ്ട് ഡെഡായി ചത്തുപോയി എന്ന് വേണം പറയാൻ. അപ്പൊ അതൊരിക്കലും പാടില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ, സഹപാവങ്ങളെ സഹായിച്ചിട്ട് അവർക്ക് വൺ ടൈം ഒരു സ്വതക്കയല്ല, ഇത് ജാരിയായ സ്വതക്കയായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഒരിക്കൽ ഒരു പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാളെ ഒരു തിടുക്കമുള്ള ഒരു അവസരത്തിൽ ഒരാളൊരു മനുഷ്യൻ സഹായിച്ചു, അത്ര സഹായിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ സഹായത്തിന്റെ വെയിറ്റ് എത്രയാന്ന് നോക്കി കഴിയുകയാണെങ്കിൽ ഭൂമി മുഴുവൻ ഒരു ഇരുമ്പ് വളയമാക്കിയിട്ട് ഭയങ്കര കനത്തിൽ ഭൂമി ഉണ്ടാക്കിയിട്ട് ഇയാൾ ഈ സഹായിച്ച 10,000 രൂപ അതിന്റെ മീതെ വെച്ച് കഴിഞ്ഞാൽ ഭൂമി ചതഞ്ഞു പോകുന്നത്, ഭൂമി താണു പോകുന്നു. ഈ 10,000 രൂപക്ക് അതിന് മാത്രം വിലയുണ്ട് അല്ലേ? ചില സമയത്ത് കുട്ടികളെ ഫീസ് കെട്ടിയിട്ടില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റൂല, ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലടിച്ചിട്ടില്ലെങ്കിൽ മയ്യത്ത് ഡെഡ് ബോഡി തിരിച്ചു കിട്ടൂല, വിസ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പണി പോകും, അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് വേണം പൈസ വരാൻ അല്ലേ? നമ്മുടെ മക്കളെ ഭർത്താക്കന്മാരെ വീട്ടിൽ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു പിന്നെ ഫംഗ്ഷൻ നടക്കുകയാണ്, സെറിമണി ആണല്ലേ, അവര് പൊരേപ്പാർക്കലോ കല്യാണം, അവിടെ എന്തെങ്കിലും കൊടുക്കണം, അത്യാവശ്യമാണ്. എൻ്റെ മോളെ കല്യാണത്തിന് തന്ന അല്ല, ഞാൻ വാങ്ങിയിട്ട് പറയല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ, ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ കൊടുക്കണം, തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് ഒരൊറ്റ കല്യാണം ഇനി അവിടെ കഴിയാനുള്ള, അപ്പൊ നമുക്കൊരു ചാക്കരി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാവം കൊടുക്കണം. അപ്പൊ അവര് വന്ന് ചോദിക്കുക എന്തെങ്കിലും തരുമോ ഫണ്ട് നിന്ന്. അപ്പൊ അതൊക്കെ അങ്ങനെ പറ്റുന്ന ഒരുപാട്. അതുപോലെ പിന്നെ ഹോസ്പിറ്റലിലെ ബില്ല്, പിന്നെ കുട്ടികളെ സ്കൂളിലെ ഫീ, അങ്ങനെ പല 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 കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഹൗസ് വാമിങ് വെച്ചിട്ടുണ്ട്, ടൈല് പിന്നെ ടൈല് വാങ്ങിയിട്ടുണ്ട്, അത് വിരിക്കാനുള്ള ക്യാഷ് ഇല്ല, ബാങ്കിൽ നിന്ന് കടം വാങ്ങാനും പറ്റൂല. എന്നാൽ ടൈലിന്റെ പണിക്കാർക്ക് അല്ലെങ്കിൽ ആ പെയിന്റേഴ്സിന് കൊടുക്കാനുള്ള കൂലിയാണ്, നിങ്ങൾ തരുമോ? അവിടെ നമുക്കറിയാം കുടിയിരിക്കൽ കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും തരാണ്ടിരിക്കൂല, അത് തന്നാൽ നമ്മൾ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള. എനിക്കറിയാം അടുത്ത് ഒരു വലിയൊരു ആള് അത്യാവശ്യം ഭയങ്കര ഗതി ഇതൊക്കെ ഉള്ള, അയാൾക്ക് ഒരു 5-8 മാസത്തേക്ക് അയാൾ എന്തോ ഒരു പൈസ ബ്ലോക്കാണ്, എന്താ ലീഗൽ ഇഷ്യൂസ് കാരണം ഒന്നും കിട്ടുന്നില്ല. റമദാൻ കഴിഞ്ഞു, വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾ വന്നു, അയാൾക്ക് ഭയങ്കര പ്രശ്നവും കൈശല്യായിട്ട് വെച്ചാല് നമ്മളൊക്കെ വിലക്ക് വാങ്ങാൻ മാത്രമല്ല, എന്നിട്ട് പോലും ആ തിടുക്കം വന്നപ്പോ പലരോടും സഹായം ചോദിക്കേണ്ടതായിട്ട് വന്നു. ലോൺ എടുക്കാൻ പറ്റൂലല്ലോ, ബാങ്കിൽ നിന്ന് വാങ്ങിക്കൂടാ. അപ്പൊ അങ്ങനെയൊക്കെ പല ആളുകൾക്ക് പല സിറ്റുവേഷനിൽ പല തിടുക്കങ്ങളും വരുമ്പോൾ നമുക്ക് സഹായിക്കാം. അത് ഒരാളെ ഒന്നല്ല, ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ളതാണ് ഈ ഫണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കടം കിട്ടണമെങ്കിൽ മിനിമം 2-3 ആളുകൾ ജാമ്യം നിൽക്കണം. അവർ തന്നിട്ടില്ലെങ്കിൽ ഈ ജാമ്യം നിന്ന ആളുകൾ തരേണ്ടതായിട്ട് വരും. പിന്നെ അത്ര വിശ്വാസയോഗ്യതയുള്ള ബാങ്ക് കൊടുക്കണം കേട്ടോ. പിന്നെ അത്രക്ക് വിശ്വാസയോഗ്യത ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ? അല്ലാത്തവർക്ക്, അതായത് വാക്കുകളിലെങ്കിൽ പിന്നെ ഇനിയിപ്പം നമ്മൾ അങ്ങനെ ഒന്നല്ലാത്തവർക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ, എന്താ സംഭവിക്കുക? അത് ഓപ്പൺ ആയിട്ട് വേണ്ടാത്തതിനും വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിനും ആർഭാടത്തിനും കുളൂസ് കാണിക്കാനും പത്രാസിനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ അവരെ പണം ചെലവഴിക്കും. എന്നിട്ടോ വാക്ക് പറഞ്ഞ ഡേറ്റിന് തരൂല, വാക്ക് ലംഘിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്, അവരെ നമ്മൾ കാണുമ്പോൾ അവരോട് നമ്മൾ പിണങ്ങേണ്ട അവസ്ഥ വരും. അവർ ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല, മനസ്സമാധാനം നശിപ്പിക്കും, സ്വസ്ഥത കെടുത്തും. ഇങ്ങനെയുള്ള ഒരുപാട് ഫീഡ്ബാക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കടം തരുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയ ടീച്ചറും ഹാജും ഒക്കെ കേൾക്കേണ്ടതാണ്. അവരാണ് ഇതിന്റെ ഫണ്ടിന്റെ ഉപഭോക്താക്കൾ, കൈകാര്യകർത്താക്കൾ അല്ലേ? അതുകൊണ്ട് വല്ല താമസവും നേരിട്ടാൽ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനുവരി 10-ാം തീയതി തരാന്ന് പറഞ്ഞാൽ നമുക്ക് ആ പൈസ ഡിസംബറിലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഫോൺ ചെയ്തിട്ട് പറയണം, ഞാൻ കാരണത്താലാണ് തരാത്തത്, ഒരു രജിസ്റ്റർ വെക്കണം. എന്നിട്ട് അവരെ കൊണ്ട് സ്ഥലവും പേരും, ഒരു ഫോൺ നമ്പർ പോരെ, 2-3 ഫോൺ നമ്പർ എഴുതണം. കാരണം നമ്മൾ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ അവരെടുക്കൂല അല്ലെ, അത് അവര് ഡിസ്കണക്ട് ആക്കി വെക്കും. അതുകൊണ്ട് 2-3 ഫോൺ നമ്പർ എഴുതി വെക്കണം. ഇതൊക്കെ ഞാൻ
ഞാൻ നിങ്ങളോട് ഇത്രയും കർശനമായിട്ട് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും തന്നെ ഇതിൽ നിന്നൊരു നഷ്ടവും വന്നു പോകരുത്. മാത്രവുമല്ല അതൊരു സത്യവിശ്വാസികളുടെ അമാനത്താണ്. നാളെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദ്യം ചെയ്യപ്പെടും അല്ലെ. യദിസ്രു ഹാജൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ പോരി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ.